ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ ഈ ആഴ്ചയിലെ സാലറി എത്രയാണെന്നാണ് നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത്. നമുക്കറിയില്ല, അവിടെ ആഴ്ചകൾ തോറും ഈ പറയുന്ന സാലറി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ കളികൾ കൂടുന്തോറും അവരുടെ സാലറികളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്കിലും ഒരു ബേസ് സാലറി ഒരു നിശ്ചിത തുക ഉറപ്പായിട്ട് ഈ പറയുന്ന എല്ലാവർക്കും അവിടെ ഉണ്ട്. അത് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനലത്ത് അവൈലബിൾ ആണ്, കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ സാലറി എത്രത്തോളമാണ് കൂടുന്നത്, അല്ലെങ്കിൽ അത് കൂടുന്നതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് അവിടെയുള്ള മത്സരാർത്ഥികൾ അവിടുന്ന് എലിമിനേറ്റ് ആയി പോകുന്നതിനനുസരിച്ച് ഈ പറയുന്ന ആരാണോ ഔട്ടാവുന്നത് അവരുടെ ബേസ് സാലറി എത്രയാണ്, ആ പറയുന്ന സാലറി ഇതിനകത്ത് നല്ല പ്ലെയേഴ്സിന് വീതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് എന്നാലും സാലറി എന്നാലും അവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് വീക്കിലുള്ള സാലറി എത്രത്തോളമാണ് അവർ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ കൂടിയിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മുൻഷി രഞ്ജിത്ത് അവിടെ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ശമ്പളം എത്രത്തിലാണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ആർക്കൊക്കെയാണ് എത്രയാണ് കിട്ടിയെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് വീക്കിൽ ഈ പറയുന്ന RJ ബിൻസി പോയപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിലും അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ആൾക്കാർക്ക് എത്രയാണ് സാലറി ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ എത്രയൊക്കെയാണ് എമൗണ്ട് എന്നുള്ളത് ഞാൻ എന്തായാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും നോക്കി വായിക്കാം. അതായത് ബേസിക് സാലറി ആയിട്ട് ഈ പറയുന്ന എലിമിനേറ്റ് ആയി പോയവർക്ക് ലഭിച്ചിരുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത് മുൻഷി രഞ്ജിത്തിന് 35,000 രൂപയും, RJ ബിൻസിക്ക് 30,000, കലാഭവന് 35,000, ശാരികയ്ക്ക് 30,000 രൂപയാണ്. അപ്പോൾ എലിമിനേറ്റ് ആയി പോയവരുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 1,30,000 രൂപയാണ്. അപ്പോൾ ഇത് എത്തരത്തിലാണ് സ്പ്ലിറ്റ് ആയി പോയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഈ പറയുന്ന അനുമോളുടെ ബേസ് സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. അതെന്തുകൊണ്ടാണ് അവർക്ക് അത്രയധികം ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യമേ പോയി മുൻഷി രഞ്ജിത്തിന്റെ 5,000 കൂടി ആഡ് ആയിട്ട് 55,000 രൂപ എന്നുള്ള ഇതിൽ ഫസ്റ്റ് വീക്കിലേ മാറിയെന്ന് പറഞ്ഞിരുന്നു. മൂന്നാൾക്കാരും കൂടി ഇപ്പോൾ പോയപ്പോഴത്തേക്കും ടോട്ടലി 15,000 കൂടി വേറെ കൂടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 55,000 പ്ലസ് 15,000 ടോട്ടലി 70,000 രൂപയാണ് ഇപ്പോൾ അനുമോളുടെ ഈ വീക്കിലുള്ള ഒരു സാലറി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ആര്യനാണ്. ആര്യന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 35,000 ആയിരുന്നു. അതിനകത്ത് ഈ പറയുന്ന ഫസ്റ്റ് മുൻഷി രഞ്ജിത്ത് പോയപ്പോൾ തന്നെ 5,000 കയറി 40,000 ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ 2 വീക്കുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 10,000 കൂടി ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 50,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ അക്ബറിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 30,000 ആയിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ മുൻഷി രഞ്ജിത്ത് പോയപ്പോൾ തന്നെ ഒരു 5,000 കൂടി അഡീഷണൽ കയറിയിരുന്നു. അങ്ങനെ 35,000 ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു 15 കൂടി ആഡ് ആയിട്ട് ഇപ്പോൾ ടോട്ടൽ 50,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട്. പിന്നെ അഭിലാഷ് അഭിശ്രീയാണ്. അദ്ദേഹത്തിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 20,000 ആയിരുന്നു. അതിനകത്ത് 5,000 രൂപ മുൻഷി രഞ്ജിത്ത് പോയ സമയത്ത് കയറി 25,000 ആയിരുന്നു. ഇപ്പോൾ ഒരു 10,000 കൂടി ആഡ് ആയിട്ട് ടോട്ടലി 35,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ അനീഷാണ്. അനീഷിന്റെ ബേസ് സാലറി 25,000 ആയിരുന്നു. അതിനകത്തൊരു 15,000 രൂപ ഫസ്റ്റ് വീക്കിൽ ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് പോയപ്പോഴേ ആഡായിരുന്നു. അദ്ദേഹത്തിന് അത്രത്തോളം ഫസ്റ്റ് വീക്കിൽ കയറിയ ഒരു കാര്യം നമുക്കറിയാം. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കളിച്ചിരുന്ന ഒരു അദ്ദേഹത്തിന് അനീഷിന്റെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്ന ആദ്യത്തെ 2 ആഴ്ചകളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന 15,000 ഈ മുൻഷി രഞ്ജിത്തിൽ നിന്ന് ഈ അനീഷിന് കയറിയിരുന്നു. അങ്ങനെ 40,000 ആയിരുന്നു. പിന്നെ ഈ പറയുന്ന 2 വീക്കിലായിട്ട് അദ്ദേഹത്തിന്റെ കളികൾ ഭയങ്കര മോശമാണ്. അദ്ദേഹത്തിന് ഒരു 5,000 മാത്രം അഡീഷണലി ആഡ് ആയിട്ടുള്ളൂ. അങ്ങനെ 45,000 പെർ വീക്ക് എന്നുള്ള ഇതിലാണ് അദ്ദേഹത്തിന് എന്തായാലും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഷാനവാസ് ആണ്. അദ്ദേഹത്തിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 50,000 ആണ്. ഇപ്പോൾ ഒരു 10,000 കൂടി ആഡ് ആയിട്ട് 60,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിലേക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ അപ്പാനിശരത്താണ്. അദ്ദേഹത്തിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 50,000 ആണ്. അതിനകത്തൊരു 5,000 കൂടി ആഡ് ആയിട്ട് 55,000 രൂപ എന്നുള്ള ഇതിൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ഒണീൽ സാബുണ്ട്. ഒണീൽ സാബുവിന്റെ ബേസ് സാലറി 25 ആയിരുന്നു. അതിനകത്തൊരു 5,000 കൂടി ആഡ് ആയിട്ട് 30,000 രൂപ പെർ വീക്ക് എന്നുള്ള ഇതിൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ ജിസൈലാണ്. ജിസൈലിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് 40,000 ആയിരുന്നു. അതിനകത്തൊരു 15,000 കൂടി അഡീഷണലി ആഡ് ആയിട്ട് 55,000 രൂപ എന്നുള്ള ഇതിൽ എന്തായാലും ഇപ്പോൾ ആഴ്ചയിൽ കിട്ടുന്നുണ്ട്. പിന്നെ രന ഫാത്തിമയാണ്. രന ഫാത്തിമയുടെ ബേസ് സാലറി എന്ന് പറയുന്നത് 30,000 ആയിരുന്നു. അതിനകത്തൊരു 5,000 കൂടി ആഡ് ആയിട്ട് 35,000 രൂപ എന്നുള്ള ഇതിൽ എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് സാലറിയും കാര്യങ്ങളൊക്കെ എന്തായാലും മാറിയിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ സാലറി എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഒരു ബേസ് സാലറി തന്നെയാണ് എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഡീഷണലി ഒരു നല്ല രീതിയിലൊരു പ്ലേയോ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്ന് എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ പോകെ ഇതൊക്കെ എന്തായാലും മാറിയുമായിരിക്കും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്നൊക്കെ ഉള്ളത് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.